എന്റെ ആഷിക്ക് എന്നാലും നിനക്ക് എങ്ങനെ തോന്നിയടാ? ടോം നിന്നെ സ്വന്തം ബ്രദറിനെ പോലെയല്ലേ കണ്ടത്? എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ബ്രദർമാരുണ്ട്. ഇനി പുതിയൊരു ബ്രദറിന്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ നിന്നെ ആരും ബ്രദറും സിസ്റ്ററും ആയിട്ടൊന്നും കാണാൻ പോകുന്നില്ല. നീ ഞങ്ങളുടെ കൂടെ കൂടാനും വേണ്ട. 30 വെള്ളിക്കാശിന് നിന്റെ സ്വന്തം സുഹൃത്തുക്കളെ ഞാൻ ഒറ്റക്കൊടുത്തല്ലേ അവക്ക്. അവൻ ജെസ്സിയെ കാശിന് കാശ് തന്നെ വേണം, അല്ലാതെ ഈ ഉപദേശം ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിന്നെ ഇനി ഇവിടെ ആരും ഉപദേശിക്കാൻ വരുന്നില്ല. നീ കാശിന് വേണ്ടി അതെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എൻ്റെ അടുത്താവാം. ചുമ്മാ അവൻ്റെ അടുത്ത് പോയിട്ട് കൊണോണെന്ന് പറയാൻ നിൽക്കണ്ട. നീ ആര് നിന്റെ അടുത്ത് പറയാൻ? അവനോട് പറയാനുള്ള കാര്യം അവനോട് തന്നെ പറയും. അതെ അവൻ എൻ്റെ കൂടെ നിൽക്കണമെന്ന് തോന്നി നിന്നു. നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം? അവൻ നിൽക്കുന്നോണ്ട് ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. പിന്നെ നിന്റെ ഉദ്ദേശം എന്താണെന്ന് ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. അറിയാലോ. അപ്പൊ പിന്നെ അധികം ഒന്നും സംസാരിക്കണം. നീ ആരാ എന്റെ അടുത്ത് സംസാരിക്കണമെന്ന് പറയാൻ? നീ എന്തൊക്കെ പ്ലാൻ ചെയ്താലും ഒന്നും നടക്കാൻ പോകുന്നില്ല ക്രിസ്റ്റീന. ഞാൻ തീരുമാനിച്ച പോലെയൊക്കെ തന്നെ നടക്കും. അത് ഞങ്ങൾ എന്താ വേണ്ട വെച്ചാൽ ചെയ്തോളാം. പിന്നെ ഇതൊക്കെ കഴിയുമ്പോൾ നീ കരഞ്ഞ് കാല് പിടിച്ച് എൻ്റെ പിന്നാലെ വരും. നീ ഏറ്റവും ആഗ്രഹിച്ച ജോലി നിനക്ക് നഷ്ടമാവും. നീ ഏറ്റവും സുരക്ഷിതം കഴിയുന്ന നിന്റെ വീടും നിന്റെ കുടുംബവും അതെല്ലാം നിനക്ക് നഷ്ടമാവും. പിന്നെതാ അധികം എന്തിനാ പറയുന്നത്, ഈ നിൽക്കുന്ന ടോം വരെ നിന്നെ ഉപേക്ഷിച്ച് പോവും. അത് നിനക്ക് എല്ലാവർക്കും ഞാൻ കാണിച്ചു തരുകയും ചെയ്യാം. ഇതേ എൻ്റെ വാക്കാ. അതിനെ നീ ഒരിക്കൽ കൂടെ ഒന്ന് ജനിക്കേണ്ടി വരും. നീ എന്ത് വിചാരിച്ചേ? നീ തരണ പൈസക്ക് ഞാൻ ഇവരെയൊക്കെ വിട്ടിട്ട് നിന്റെ കൂടെ നിൽക്കുന്നു. അതിനാ എൻ്റെ പേര് ആഷിക്ക് നല്ലായിരിക്കണം. ആഷിക്ക അണ്ണൻ പറഞ്ഞിട്ട് നിന്റെ പ്ലാൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിന്റെ കൂടെ നിന്നേ ഉള്ളൂ. അല്ല നീ തന്ന നക്കാപ്പിച്ചയ്ക്കും നീ ഇവിടെ ഓഫർ ചെയ്ത വലിയ ജോലിയില്ലേ അതിന് വേണ്ടിയിട്ടൊന്നും അല്ല. ഏതായാലും നീ ഇതൊക്കെ കാട്ടിക്കൂട്ടും നമുക്കറിയായിരുന്നു. നിൻ്റെ അടുത്ത് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഒരു പ്രശ്നമില്ലാതെ നമുക്ക് സ്മൂത്തായിട്ട് പോകാമെന്ന്. അപ്പം നിനക്ക് പ്രതികാരം ചെയ്തേ പറ്റുള്ളൂ. നീ പറഞ്ഞെല്ലാം റെക്കോർഡ് ചെയ്ത് സാറിനെ കേൾപ്പിച്ചിട്ടുണ്ട്. ഈ പ്രോജക്റ്റിൽ നിന്ന് നിന്നെ തൂക്കിയെടുത്ത് കളയാതെ മതി. നീയും ചതിക്കുമായിരുന്നല്ലേ? പിന്നെ ചതിക്ക് തിരിച്ച് ചതിയല്ലേ പ്രതീക്ഷിക്കേണ്ട മോളെ. നീ എനിക്ക് തരാമെന്ന് പറഞ്ഞ പൈസയും ഇവിടുത്തെ വലിയ ജോലിയൊക്കെ ചതിയായിരുന്നില്ലേ? ഇവിടെ തന്നെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അഭിനയിക്കാൻ ഒരു ചാൻസ് തരണ്ടേ, എന്നാലേ എനിക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ. എന്റെ ഈശോയെ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ടോം. നിങ്ങൾക്ക് പറയായിരുന്നു ഇതൊക്കെ അപ്പം? നമ്മൾ ഒരുമിച്ചല്ലേ തീരുമാനിച്ച ഒരു ധാരണയിലെത്തിയത്. എന്നിട്ട് നീ ഒരു വാക്ക് എന്റെ അടുത്ത് പറഞ്ഞോ? അവരുടെ അടുത്ത് പറഞ്ഞോ? അത് നമുക്ക് ചെറിയൊരു വിശ്വാസക്കുറവുണ്ട്. നിങ്ങൾ അത് അഭിനയിച്ച് കൊളാക്കിയല്ലോ. പേടിച്ചു പോയടാ. ചെന്ന് സോൾവ് പഠിച്ചോ. എന്ത് പരിപാടി ഉണ്ടല്ലോ നീ എന്നെ കൂടെ വിളിക്കണേ, അല്ലാണ്ട് ഈ പരിപാടി മാത്രം നീനോട് പറയാഞ്ഞത്. നീ അഭിനയിച്ച് കൊളാക്കൂലേ അല്ലേ? ആ സുന്ദരി നീ ഇങ്ങനെ പിണങ്ങിരിക്കുന്ന വിളിച്ചോ. പിടിക്കടി പൂന്നോ. അയ്യോ ഇടിക്കല്ലേ, ശരിക്കും പിടിക്കുന്നുണ്ട്. എന്നാ പിടിക്കൂ, സന്തോഷിക്കൂ. നീ തന്നെ വെച്ചോ, മികച്ച അഭിനയം കാഴ്ച വെച്ചതല്ലേ. എടാ നീ ആക്ട് ചെയ്തേ ചെയ്ത്. എന്തായാലും 2 ദിവസം കൂടെ നിനക്ക് അത് സസ്പെൻസ് കൊണ്ടുപോവായിരുന്നു. അവളെ പ്ലാനിങ് എന്താണെന്നൊക്കെ നമുക്ക് അറിയാമായിരുന്നല്ലോ. ഞാൻ അണ്ണൻ്റെ അടുത്ത് പറഞ്ഞാണ് ഈ കുറച്ച് ദിവസം കൂടെ അവളെ ഇട്ട് ഓട്ടിക്കുന്നു. അങ്ങനെയൊന്നുമല്ല. നമ്മൾ മറ്റേ ജന്മന കള്ളന്മാരൊന്നുമല്ല. കുറെ നാൾ കള്ളത്തരം കാണിക്കാൻ ഇത്രയൊക്കെ മതിയടാ. ഈ പ്രശ്നം ഇവിടം കൊണ്ട് തീർന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. അങ്ങനെ തീരാൻ പോകില്ല. അവളിവിടെ ഉള്ളിടത്തോളം കാലം പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു. നമ്മൾ ആ പ്രശ്നങ്ങൾ പറ്റുന്ന പോലെ സോൾവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഇല്ലടാ? അത്രേ ഉള്ളൂ. പണിയെടുക്കണ്ടേ? ചായ കുടിച്ചല്ലോ. നീ വേണമെങ്കിൽ ഞങ്ങളൊരു ചായ കുടിച്ചിട്ട് വരാം. പറയണ്ട, എങ്കിൽ ഇവളുമാര് വരും. നീ മറ്റോ ഇനി എന്നും എന്റെ ചെലവ് വഹിക്കും. ഓഹോ, എന്നാ പാടാശിക്കേ, നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം.